ഇനിയും പറയാം. ഇന്ന് സൺഡേ ആണ്, അപ്പം നമുക്ക് രണ്ടുപേർക്ക് ഓഫാണ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാനും രാഹുലും കൂടെ ഒന്നിച്ച് നമ്മൾ സ്കൂട്ടിയിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂട്ടി കുറച്ചും കൂടി ശരിയാവാനുണ്ടായിരുന്നു. അപ്പം നമ്മളത് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഭയങ്കര ടയേർഡായി, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുൾ ടയേർഡായി. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, ലഞ്ചും കഴിച്ചിട്ട് നമുക്ക് പതിയെ ഇറങ്ങണം. നമ്മൾ മൂവി കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും സിനിമയുടെ പേര് സൂക്ഷ്മദർശിനി എന്നുള്ള നസ്രീൻ്റെ മൂവി. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വേർത്ത് കുളിച്ചിട്ട് അപ്പം ഇനി ഫ്രഷ് ആവട്ടെ, എന്നിട്ട് കാണാം. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു ഉറക്കം തോന്നുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ലോണം ഒരു ഉറക്കം ഉറങ്ങി. നല്ലൊരു ഉറക്കിൻ്റെ ശേഷം എണീച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി മൂവിക്ക് പോവാണ്. 6 മണി 6 സംതിങ്ങിൻ്റെ ഷോ ആണ്. അപ്പം 6 സംതിങ്ങിൻ്റെ ഷോ ആണ്. അപ്പം നമ്മൾ പോകണം. സോ ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം ഇറങ്ങി. അവർ റെഡി ആവണം. സോ അതാണ് പരിപാടി. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്ന മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനാണ്. എനിക്ക് മുഖത്തിങ്ങനെ അലർജി വന്നപ്പം തന്നിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഫോട്ടോ സ്റ്റേബിളിൻ്റെയാണ്. അപ്പം ഇത് ഫേസിൽ അതിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഗ്ലോയി ആയിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ്റെ ഈ ഒരു പവർ എസൻസ്, മ്യൂസിൻ പവർ എസൻസ്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അടിപൊളിയാണ്, നല്ലൊരു ഗ്ലോ കിട്ടും. ഇത് ഞാൻ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഫാനാണ്. അപ്പോൾ ഇത് ഞാൻ എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ നിങ്ങൾക്ക് ഉണങ്ങണമെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഓർക്കൊന്നും ശരിക്കും വന്നില്ല ഇപ്പോഴൊരു. ഞാൻ ലാബിലൊക്കെ പോകുമ്പം കൺസീലർ മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പം കൈ കൊണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ റബ്ബ് ചെയ്യാറുണ്ട്. കാരണം പെട്ടെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് റെഡി ആകുമ്പോൾ അങ്ങനെ ചെയ്യാറ്. കൈ കൊണ്ട് ഇതാക്കും. പുറത്തൊക്കെ പോകുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യും. സോ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ ഒരവസ്ഥയാക്കി അത് വാഷ് ചെയ്യണം. അപ്പം ഞാൻ ബ്രഷ് യൂസ് ചെയ്യാമെന്ന് വെച്ചു. കണ്ണിന് ചുറ്റും മാത്രം അപ്ലൈ ചെയ്യണം. ഇന്നിപ്പോൾ എനിക്ക് അധികം മേക്കപ്പ് ഒന്നും ഉണ്ടാകാനുള്ള മൂഡില്ല. അങ്ങനെയല്ല, മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, കൺസീലറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണിൽ മാത്രം കൺസീലർ ഇട്ട് ആസ് യൂഷ്വൽ അതിന് ചുറ്റും മാത്രം കോമ്പാക്റ്റ് ഇടുന്നുണ്ട്. സ്റ്റീവടയും കൂടി ഇടാം. നമ്മളിത് ഐബ്രോ ചെയ്യാം.
സമയം എത്രയായി? നമുക്ക് വായിക്കൊരിയണം. വീണ്ടും ബ്ലഷ്. അപ്പം നമ്മളിനി ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡിയായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തണം, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അവിടെ എത്താനായിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനം വാങ്ങാൻ പോകാം. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇനി കുറച്ചേ ഉള്ളൂ തിയേറ്ററിലേക്ക്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് നമുക്കിനി മൂവി കാണാം. മൂവി കണ്ടിട്ട് പിന്നെ നമ്മൾ ഡിന്നറും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് പോവുക. സോ അതൊക്കെയാണ് നമ്മളെ പരിപാടികൾ. അങ്ങനെ ഇത് നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെയാണ് വന്നത്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ല, അല്ലാതെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബുക്ക് ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിനി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു നമുക്കൊരു വെജിറ്റേറിയൻ പോലെ മസാല ദോശ അങ്ങനെ കഴിക്കാൻ നമുക്ക് മൂടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ വന്നപ്പം ഒടുക്കത്തെ തിരക്കായി. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ നമ്മൾ ഈ ഒരു ബാൽക്കണി പോലത്തെ ഈ ഒരു ഇതിലേക്ക് മാറി ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ബ്രോസ്റ്റായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കുൽഫി ഐസ്ക്രീമും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുൽഫീൻ്റെ സ്കൂപ്പ്, അതൊക്കെ നമ്മളിനി ഓർഡർ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനി അതൊക്കെ കഴിച്ചു. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്താൻ. 10:15 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.